എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പിന്നെ ഞങ്ങൾ സുഖമായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകും തക്കാളിയും പയറിൻ്റെ ഒക്കെ ഇല ചുരുളുന്നതും ഇല മുരടിക്കുന്നതിനുള്ളൊരു മരുന്നുമായിട്ടാണ്. അത് 100% വിജയം ഉറപ്പുള്ളൊരു മരുന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളിതിൻ്റെ റിസൾട്ട് പറയുക. മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ നമ്മുടെ ലായനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരലക്ക് സോപ്പാട്ടോ വേണ്ടത്. അത് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ ചെടിയൊക്കെ ഉണ്ടല്ലോ കരിഞ്ഞു പോയി കുറേ എണ്ണം. അത് കാരണം നമുക്ക് വെള്ളം നമ്മുടെ കിണറ്റിൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ വെള്ളം പറ്റിപ്പോയി. അതുകൊണ്ട് വെള്ളമില്ല, അപ്പോൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് കുറേ ചെടിയൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളേ ഉള്ളൂ, അതിനുള്ളത് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ബാക്കി ആദ്യമൊക്കെ ഞാൻ ഒഴിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ആയപ്പോൾ ചെടികളെല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ കുറേ വിത്തുകളൊക്കെ ഞാൻ പാകി എല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. ഒരു മഴ പെയ്തിട്ട് നമുക്ക് അതെല്ലാം പറിച്ച് നടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാതെ നടുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെടി ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് ഈ സോപ്പിൻ്റെ പകുതി മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ എടുത്തതാട്ടോ. ഇങ്ങനത്തെ സോപ്പില്ലെങ്കിൽ നമ്മൾ മറ്റേ വലിയ കട്ട സോപ്പില്ലേ, അതായാലും മതി. ഈ സോപ്പ് നല്ലതുപോലെ നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഈ സോപ്പ് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പുകയിലയുടെ തണ്ടെന്ന് പറയുമ്പോൾ മുറുക്കാൻ കടയിലൊക്കെ കിട്ടും. നമ്മൾ അടയ്ക്ക വെറ്റിലയൊക്കെ വെക്കുന്ന കടകളിൽ നമുക്ക് കിട്ടുന്നതാട്ടോ. ഇത് കണ്ടോ, ഇതാണ് പുകയിലത്തണ്ട്. ഇത് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മൾ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ അവരോട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും സൂപ്പറാണ്, നമ്മുടെ എല്ലാ ചെടികൾക്കും ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുളകിൻ്റെ മുരടിപ്പ്, പ്രത്യേകിച്ച് മുളകിൻ്റെ മുരടിപ്പും തക്കാളിയുടെയും പയറിൻ്റെയൊക്കെ ഇല ചുരുളുന്നതിനുള്ളൊരു മരുന്നാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതും നമ്മുടെ ഈ സോപ്പും കൂടി ഇട്ടിട്ട് വേണം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിച്ചിത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ വേപ്പെണ്ണയാണ് ചേർക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് നമ്മൾ 10 ml വേപ്പെണ്ണയാട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 2-3 കപ്പ് വെള്ളം ചേർക്കാം. ഇത് തണുത്തിട്ട് മാത്രമേ നിങ്ങൾ ചെടിക്ക് ഒഴിക്കാവൂ കേട്ടോ. ഇത് ഞാൻ നല്ലതുപോലെ രാവിലെ തന്നെ ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചതാട്ടോ. ഈ സോപ്പും പുകയിലത്തണ്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ തിളച്ച് ആ സോപ്പ് അലിയണം. അപ്പോഴേ നമുക്ക് നമ്മുടെ പുകയിലത്തണ്ടിൻ്റെ ആ ഒരു സത്ത് ഇറങ്ങത്തുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ ലായനി തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പുകലയും നമ്മുടെ സോപ്പും അലക്ക് സോപ്പും പുകലയും നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മളത് തണുത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ 10 ml വേപ്പെണ്ണ ചേർക്കുക. ഒത്തിരി ഒന്നും ചേർക്കണ്ട കേട്ടോ. 10 ml വേപ്പെണ്ണ ചേർക്കുക. നമ്മൾ 1 കപ്പ് വെള്ളമായി എടുക്കുന്നതെങ്കിൽ, സോപ്പ് വെള്ളമായി എടുക്കുന്നതെങ്കിൽ അതിലോട്ട് നമ്മൾ ഒരു 2-3 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ. ചേർത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചെടികളിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ മുരടിപ്പ്, നമ്മുടെ മുളകിൻ്റെ മുരടിപ്പ് മാറാനും നമ്മുടെ തക്കാളിയുടെയൊക്കെ ഇല ചുരുളുന്നത് മാറാനും ഒക്കെ അത് വളരെ ഉപയോഗപ്രദമായൊരു ഇതാണ് കേട്ടോ, ലായനിയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇത് ചെയ്യുക. ഇത് ഞാൻ ചുമ്മാതെ പറയല്ല, ചിലരൊക്കെ ഭയങ്കര ഡൗട്ടാട്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ, ഇതിങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ. സത്യമായിട്ട് ഇത് ശരിയാണ്. ഞാനിത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്, ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കാണിക്കൂ. നിങ്ങൾ സബ്സ്ക്രൈബറാണ് കേട്ടോ എൻ്റെ ബലം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്കിത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളിത് മറക്കാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ 1 പ്രാവശ്യം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഒഴിച്ചാൽ മതി. അത് നമ്മുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തണ്ടിൻ്റെ അടിയിലും ആ ഇലയുടെ അടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് സാധാരണ ഇത് പുഴുവൊക്കെ, ചെറിയ പുഴുമുട്ട അതൊക്കെ പോകുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. നമ്മുടെ പുകലയുടെ തണ്ട് മറക്കരുത് കേട്ടോ. പുകലത്തണ്ട് നമ്മൾ ഈ വെറ്റ മുറുക്കാനുള്ള കടകളിൽ ചോദിച്ചാൽ കിട്ടും. അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ ഈ വെറ്റ അടയ്ക്കൊക്കെ വിൽക്കുന്ന കടയിലെ വെറ്റിലയൊക്കെ ഉള്ള കടയിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ പുകലയുടെ തണ്ട് നമുക്ക് നമ്മുടെ വെറ്റയൊക്കെ കൊടുക്കുന്ന കടകളിൽ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ പുകലത്തണ്ട് കിട്ടും. അതിന് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. അത് ആ ഒരു വെറ്റയുടെ എന്ന് പറയുമ്പോൾ ആ പുകലയുടെ തണ്ട്
വെറ്റയുടെ അല്ല പുകലത്തണ്ട് എന്ന് പറയുന്നത് അത്രമാത്രം നല്ല എഫക്റ്റീവായ ഒരു മരുന്നാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരുന്നു, ഇത് നിങ്ങൾക്ക് നല്ല ഫലപ്രദമായ ഒരു മരുന്നാണ്. നമ്മുടെ തക്കാളിയുടെ ഇല ചുരുളുന്നതിനും എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തക്കാളിയുടെ ഇല ചുരുളുന്നതിനും നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ആ മുരടിപ്പും ആ ചുരുളലും അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ബലം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. മറക്കല്ലേ, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ, കമൻറ്റ് ഇടണം. ആരും കമൻറ്റ് ഇടാറില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഇടുന്നുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് എന്തു തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് അറിയുന്ന ടിപ്സുകളും ഒന്ന് പറഞ്ഞു തരിക. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറികൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് 100% അത് ഫലപ്രദമായ ഒരു മരുന്നാണ്. അത് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അതും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.